ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായമാണ്. ആർക്കെങ്കിലും വായിക്കാവോ? ഒന്ന് ശമൂവേൽ 8. ശമൂവേൽ വൃദ്ധനായപ്പോൾ തന്റെ പുത്രന്മാരെ ഇസ്രായേലിന്റെ ന്യായാധിപന്മാരായി. അവന്റെ ആദ്യജാതന് യോബേൽ എന്നും രണ്ടാമത്തിന് അബ്യാവ് എന്നും പേർ. അവർ ബേർശേബയിൽ ന്യായപാലനം ചെയ്തു പോന്നു. അവന്റെ പുത്രന്മാർ അവന്റെ വഴി നടക്കാതെ ദുരാഗ്രഹികളായി കൽക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ഹല്ലേലൂയ. അപ്പൊ ശമൂവേലിനെ കുറിച്ച് നമുക്കറിയാം. ശമൂവേല് ഹാലേലൂയ. ഇവിടെ പറയുന്ന 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. അവൻ ആണ്ടുതോറും ബേഥേലിലും ഗിൽഗാലിലും മിസ്പായിലും ചുറ്റി സഞ്ചരിച്ച് അവിടങ്ങളിൽ വെച്ച് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിട്ട് രാമയിലേക്ക് മടങ്ങിപ്പോരും. അവിടെയായിരുന്നു അവന്റെ വീട്. അവിടെ വെച്ച് അവൻ ഇസ്രായേലിനെ ന്യായപാലനം നടത്തുന്നു. യഹോവയ്ക്ക് ഒരു യാഗപീഠം അർപ്പിച്ച ജീവപര്യന്തം. ഹല്ലേലൂയ. യഹോവയ്ക്ക് നാമത്തിൽ ന്യായപാലനം ജനത്തിനു വേണ്ടി ന്യായപാലനം ചെയ്തുകൊണ്ട് അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കാണുന്നുണ്ട്. ശമൂവേൽ വിശ്വസ്തനായിരുന്നു ഭയങ്കര. ഹല്ലേലൂയ. ആമേൻ. ആ ചെറിയ പ്രായം തുടങ്ങി ദൈവത്തോട് വളരെ വിശ്വസ്ത. പക്ഷേ ശമൂവേൽ പ്രായമായപ്പോൾ ശമൂവേലിന്റെ മക്കൾ ഹല്ലേലൂയ അവിടെ ശമൂവേലിനെ പോലെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയപ്പോ ഹല്ലേലൂയ ശമൂവേലിന്റെ വഴിയിലല്ല നടക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവന്റെ പുത്രന്മാരുടെ വഴി നടക്കുക ദുരാഗ്രഹികളെ കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു കളയുന്നു. നമ്മള് ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടും ചിന്തിച്ചിട്ടൊക്കെ ഭാഗം ഇതൊക്കെ 7-ാം അധ്യായം 8-ാം അധ്യായം അന്നൊക്കെ. പക്ഷെ ഇന്നലെ ഞാൻ രാത്രി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധനോട് ഇടപെട്ട് അവന്റെ പുത്രന്മാർ അവന്റെ വഴിയിൽ നടക്കുക ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. ഹല്ലേലൂയ. പിതാക്കന്മാരൊക്കെ വളരെ ഹല്ലേലൂയ വിശ്വസ്തരായിരുന്നെങ്കിൽ മക്കളുടെ കാലം വന്നപ്പോൾ ഇന്ന് വിശ്വസ്തത എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ കാലത്ത് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇനി പരിശുദ്ധാൻ സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോഴാണ് ഞാൻ അവിടുന്ന് നേരത്തെ വരച്ചു വെച്ചിരുന്നെങ്കിലും പക്ഷേ ഞാൻ അവിടെ ഒന്ന് ഹാലിൽ നിന്ന് സ്റ്റക്കായി നിന്ന് ഹാലിൽ. കാരണം എത്തുന്നിട്ട് ഞാനിങ്ങനെ പയ്യെ ഇങ്ങനെ ആലോചിച്ചു നോക്കും. നമ്മള് ഒത്തിരി അപ്പച്ചന്മാരുടെ ഹല്ലേലൂയ കാര്യങ്ങൾ കേട്ടിട്ട് മീന സിസ്റ്റർ ക്യാമറ ഒന്നാണ് നോക്കിക്കാൻ. ഹല്ലേലൂയ. അപ്പം ഒത്തിരി അപ്പച്ചന്മാര് വിശ്വസ്തരായിരുന്നു. അവര് ദൈവസന്നിധി ഭയങ്കര എന്താ പറയാ ദൈവത്തിന് വേണ്ടി സകലതും ഉണ്ടായിരുന്നതൊക്കെ വിറ്റുകൊണ്ടത് ചെലവാക്കി ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ എന്നിട്ട് ഒരു പട്ടിണി കടന്ന കഥകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നിട്ട് ആ സമയത്തും ഒക്കെ ഒരു ഭയങ്കര വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നമ്മൾ കേൾക്കാൻ. പക്ഷേ ഇന്നത്തെ തലമുറ ഇന്ന് നിൽക്കുന്ന ഓരോ ആൾക്കാരും ഹല്ലേലൂയ അവര് വിശ്വസ്തരായിട്ടാണോ അവിടെ നിൽക്കുന്നത്? അതോ ഇവിടെ കൂലി കൊതിച്ച് കൂലി വാങ്ങിച്ച് ന്യായം മറിച്ച് കളഞ്ഞതുപോലെ ഹല്ലേലൂയ നീതിയായ ന്യായാധിപനായ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായിട്ട് അല്ലെങ്കിൽ ഹല്ലേലൂയ ഈ ഒരു തലമുറയിൽ നിൽക്കുന്ന എത്ര പേര് വിശ്വസ്തരാണ്? ഒരു ദിവസം ദൈവം തന്നെ പറഞ്ഞു വചനത്തിലുകൊണ്ട് വിശ്വസ്തന്മാർ അധികമില്ല. അത് ഈ കാലഘട്ടമാണ്. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ അധികം ഇല്ലെന്ന് പറയാനായിട്ട് മറ്റൊരു ഇതും വേണ്ട. നമുക്ക് നമ്മുടെയൊക്കെ തന്നെ ജീവിതത്തിൽ വന്ന അനുഭവം മതി. ഹല്ലേലൂയ. ഇന്നലെ ആരാണത് പറഞ്ഞത് എനിക്കറിയാത്ത ആരോ ഒരു ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തെ വിളിക്കുന്ന ഹല്ലേലൂയ 90% ആൾക്കാരും ഹല്ലേലൂയ നമ്മുടെ ദൈവസഭയ്ക്കുള്ളിൽ ദൈവരാജ്യത്തിൽ നിന്നുള്ള ബിറ്റർ എക്സ്പീരിയൻസ് പറയാനാണ് വിളിക്കുന്നത്. കാരണം അവർക്ക് മുറിവേറ്റത്, അവർ ചതിക്കപ്പെട്ടത്, അവരെ വളരെ ഇതായിട്ട് എന്താ പറയാ ആ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും പങ്കുവെക്കാൻ വേണ്ടി വിളിക്കുന്നതെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അങ്ങനെ ദുരനുഭവങ്ങളിലൂടെ എല്ലാവരും കടന്നു പോകുന്നുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഇപ്പൊ എത്ര പേർക്ക് അനുഭവം ഉണ്ട്? എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പറയാം കാരണം നമ്മുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരുന്നപ്പോഴും നല്ല വണ്ടികൾ ഉണ്ടായിരുന്നപ്പോഴും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും വരുന്ന എല്ലാ ദൈവദാസന്മാരും ഇവിടെ വരുന്നവരൊക്കെ നമ്മളെ വിളിച്ചാണെങ്കിൽ നമ്മളെ വന്ന് കാണാതെ പോകത്ത്, നമ്മുടെ വീട്ടിൽ വരാതെ പോകത്ത്. പക്ഷെ ഇന്ന് നമ്മളൊന്ന് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത ആൾക്കാരുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അന്നത്തെ അവസ്ഥ അപ്പൊ അവര് ഓരോരുത്തരുടെ അവസ്ഥ നോക്കിയിട്ട് പോക്കറ്റിന്റെ കനം നോക്കിയിട്ട് അവരെ വണ്ടി ഏത്, അവരുടെ സൗകര്യം ഏത്, ഇതൊക്കെ നോക്കിയിട്ടാണ് പലരും നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാനെങ്കിലും സമയം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് ഇന്നലെ വായിച്ചപ്പോ രാത്രി അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞ ദിവസം എന്നോട് ഞാൻ ഒരു സഹോദരനായിട്ട് നല്ല ഒരു ഇതാണ് പ്രാർത്ഥന ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴും എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു അനുഭവം. ഹല്ലേലൂയ. കാരണം ഇന്ന് നമുക്കിടയിൽ കാണുകയാണ്.
അത് മാത്രമല്ല, പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അതൊക്കെ അവർ ദൈവമായിട്ട് തീർക്കട്ടെ. നമ്മൾ അവരെ ആരെയും വിധിക്കാനായിട്ട് ക്രിറ്റിസൈസ് നമുക്ക് അവകാശമില്ലാത്തതുകൊണ്ട് അതിലേക്ക്. പക്ഷേ ഇന്ന് വിശ്വസ്തരായൊരുത്തർ, അപ്പൊ പിതാക്കന്മാരുടെ കാലത്ത് ശമൂവേൽ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു, ജീവപര്യന്തം വിശ്വസ്തനായിരുന്നു ശമൂവേൽ. പക്ഷേങ്കില് മക്കൾ ന്യായം മറിച്ചു കളയാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവർ അടുത്ത പ്രാർത്ഥന, ആകിയാൽ ഇസ്രായേൽ മൂപ്പന്മാർ, വായിക്കാം ആരെങ്കിലും? ഹല്ലേലൂയ. ആകിയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി ശാമൂവേൽ ശമൂവേലിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധരായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നില്ല. ആകിയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞങ്ങളെ ഭരിക്കേണ്ട രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞത് കാര്യം ശമൂവേൽ അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പറഞ്ഞു. യഹോവ ശമൂവേലിന് അരുളിച്ചെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാത്തവണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഞാൻ അവരെ മിസ്രയീമിൽ പുറപ്പെടുവിച്ച് നാൾ മുതൽ ഇന്ന് വരെ അവർ എന്നെ ഉപേക്ഷിച്ചും അന്യദൈവങ്ങളെ സേവിച്ചും കൊണ്ട് എന്നോട് ചെയ്തതും പോലെ നിന്നോട് ചെയ്തു. ആകിയാൽ അവരുടെ അപേക്ഷ കേൾക്ക, എങ്കിലും അവരോട് ഘനമായി സാക്ഷീകരിച്ച് അവരെ വഴിവാക്കിക്ക് രാജാവിന്റെ ന്യായം അവരോട് അറിയിക്കണം. ഹല്ലേലൂയ. അപ്പൊ മക്കൾ അവിടെ വിശ്വസ്തരല്ലാതായപ്പോഴാണ് അവര് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് നിന്റെ മക്കൾ വിശ്വസ്തരല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ച് ഞങ്ങളെ ഭരിക്കേണ്ട ഒരു രാജാവിനെ വാഴിച്ച്. അതുവരെ ഇവർക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇത് ശമൂവേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, ശമൂവേലായിരുന്നു. അതിനു മുമ്പ് ഏലി പുരോഹിതൻ, അതായത് ശമൂവേലായിരുന്നു. അതിനുശേഷമാണ് ഇവര് രാജാവിന് വേണം. അപ്പൊ അവിടെ ന്യായപാലനം ചെയ്യാനായിട്ട് ശരിയായ ആളില്ലാതെ അവർക്ക് ചുറ്റുപാടുമുള്ള സകല ജാതികളും അവരെ ഭരിക്കുന്ന അവർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജാതികളാണെന്ന് മനസ്സിലാവും. ആ സമയത്താണ് ഇവര് വന്നിട്ട് രാജാവിനെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതിനെക്കാട്ടും നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിന് മുമ്പ് നമുക്ക് കാണാം, ന്യായാധിപന്മാരുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പുരോഹിതന്മാർ ഈ പ്രവാചകന്മാര് ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ന്യായപാലനം ചെയ്തൊരു കാലഘട്ടം ഇവർ ജീവിക്കുന്ന സമയത്താണ്. അപ്പൊ അതിനകത്ത് ഇവർക്ക് വിശ്വസ്ത നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ രാജാവിനെ ചോദിക്കുന്നത്. ഇന്ന് നമ്മള് രഹസ്യമായിട്ടാണേലും അല്ലാതെ ആണെങ്കിലും പെന്തക്കോസ്തിൽ നിൽക്കുന്ന ആൾക്കാരും പലരും ഇന്ന് ജാതികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ജാതികളുടെ പുറത്തെ ഉള്ളവരെയൊക്കെ നോക്കി അതുപോലെ അനുകരിക്കാൻ തുടങ്ങുന്നതിന്റെ കാര്യമുണ്ട്. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, ഇന്ന് പെന്തക്കോസ്ത് ആൾക്കാരെയും ജാതികളെയും തമ്മിൽ കണ്ട വലിയ വ്യത്യാസമൊന്നും തോന്നാറില്ല. ഇപ്പൊ കമ്മലമാല ഊരിക്കഴിഞ്ഞാൽ കണ്ട മനസ്സിലാതാണ് കമ്മലമാല ഊരുന്നത്. അതല്ലാതെ ഞാൻ പറഞ്ഞ ജീവിതത്തിൽ ഹല്ലേലൂയ അവരുടെ ജീവിതവും ഇന്നത്തെ മറ്റുള്ള ആൾക്കാരുടെ ജീവിതം തമ്മിൽ വലിയ വ്യത്യാസം തോന്നാറില്ല. നമ്മൾ അടുത്ത് ഇടപെട്ട് കഴിയുമ്പോൾ, നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹല്ലേലൂയ ഇവരുടെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന്. മറ്റുള്ളവര് പബ്ലിക്കായിട്ട് ചെയ്യുന്നെങ്കിൽ രഹസ്യമായിട്ട് ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ടുള്ള ആ നോട്ടം, അതിപ്പോ ഞാൻ പറയും, ഇവിടെ എന്തുകൊണ്ട് ഒരു ജാതികളായ രാജാക്കന്മാര് അവിടെ അയൽപ്പക്കത്തുള്ള അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറമുള്ള രാജ്യങ്ങളിലുള്ളവരെയൊക്കെ ഭരിക്കുന്ന രാജാക്കന്മാരെ ഞങ്ങൾക്ക് വേണമെന്ന് പറയാൻ കാരണം വെച്ചാൽ അവരുടെ നോട്ടം അങ്ങോട്ടാകും. കാരണം എന്താ പറയാ, അവർക്ക് നല്ലതുകൊണ്ട് നീതിയോടെ ഭരിക്കാൻ അല്ലെങ്കിൽ ഒരാളില്ലാത്തത് കൊണ്ട് അവരുടെ ഹൃദയത്തിൽ വരുന്നതാണ് ഞങ്ങൾക്കൊരു നായകൻ. അപ്പൊ അപ്പുറത്തുകാരൊക്കെ എങ്ങനെയാ ഉള്ള എന്നൊക്കെ എത്തി നോക്കി. ഇന്നും അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ പലരെയും നോക്കിക്കേ, പലർക്കും ഇന്ന് അവരുടെ അവരെപ്പോഴും അവരുടെ കൂട്ടുകാരെന്താണോ ചെയ്യുന്നത് അതുപോലെ. കാരണം അവർക്ക് ഇവിടെ വിശ്വസ്തതയില്ല, നഷ്ടപ്പെട്ടു. ഇന്ന് കുഞ്ഞുങ്ങൾ പലരെയും നോക്കിക്കോളാം, പലർക്കും എന്റെ മോളൊക്കെ നേരത്തെ പോയി നമ്മൾ പോയിക്കൊണ്ട് മുറിവേറ്റ് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ പോവാതെ പിന്നെ ഈ പറഞ്ഞതൊക്കെ അന്ന് കൃപയാൽ നമ്മുടെ വേണുപാസ്റ്റാണ് വിളിച്ച് സംസാരിച്ച് അവളെ മെന്റർ ചെയ്തൊക്കെ അവൾ വീണ്ടും അതിലേക്ക് ആ ഒരു പൂർണ്ണതയോട് ദൈവത്തിലേക്ക് വരും. കാരണം വെച്ചാൽ പലതും കാണുകയും കേൾക്കുകയും കുഞ്ഞുങ്ങളെ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അവര് പഴയത് നമ്മളെ പോലെ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമല്ല. അവര് എല്ലാ കാര്യങ്ങളും അവര് കാണുന്നതിന് അതിനെ അനുസരിച്ച് അവർ അനലൈസ് ചെയ്യും. അവർക്ക് വിവരമുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമ്മൾ ഐക്യു ലെവൽ കൂടുതലാണ് അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് കാരണം നമ്മൾ അവിടെ തന്നെ നമ്മൾ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ദൈവസ്നേഹത്തിൽ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ എന്തെങ്കിലും കാണിച്ചാലൊക്കെ നമ്മളത് അതൊക്കെ അങ്ങ് നമ്മൾ ഫൊർഗീവ് ചെയ്തിട്ട് നമ്മൾ അവിടെ തന്നെ നിലനിൽക്കാൻ നോക്കും. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല. അത് ഏത് തലമുറ എടുത്ത് നോക്കി, ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല. അവരോട് എന്തെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ, അവരെ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ, അവരെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രതികരിക്കും, അല്ലേ?
ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ അതുകൊണ്ടാണ് അവര് ഇന്ന് ഇതിലേക്കൊരു വിശ്വസ്തത കൊടുക്കാതെ കുഞ്ഞുങ്ങൾ ഡൈവേർട്ടായി പോകുന്നതിന്റെ കാര്യം. ഇന്നത്തെ പുതിയ തലമുറ പലരും ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നടത്തുന്നവർ വിശ്വസ്തരല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ശമുവേലിന്റെ മക്കള് കൂലി വാങ്ങിച്ച് ന്യായം മറിച്ച് കളഞ്ഞതുപോലെ ഇന്ന് അങ്ങനെ അല്ലെങ്കിൽ പോലും ഏകദേശം അതുപോലൊക്കെ വിശ്വസ്തരല്ല. ദൈവത്തോട് ആരുടെ വിശ്വസ്തരല്ലാന്ന് വെച്ചാൽ അവര് നോക്കുന്നത് ദൈവത്തോട് വിശ്വസ്തരാണോ എന്നാണ്. ഇപ്പൊ നമ്മള് യൂട്യൂബിലും അല്ലാതെ ഇല്ലാതെയൊക്കെ പ്രസംഗങ്ങളും ലൈവും ഒക്കെ വരുന്നുണ്ട്. കാരണം ഇത് കേട്ടോണ്ടിരിക്കുന്ന അനേകരുണ്ട്, ടി വിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആരുടെയും നമ്മൾ പറയുന്നത് ഇത് അവരുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയാം. പക്ഷെ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോഴത്തേന് എന്ത് കാര്യങ്ങളും അവരുടെ ഫിംഗർ ട്രിപ്പിൽ കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ അവരിയ്ക്കുന്ന വിളിച്ച് പറയുന്ന ഓരോ വചനവും അതിനെ വളച്ചൊടിക്കുമ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറ അത് അങ്ങനെ തന്നെ വിഴുങ്ങത്തില്ല. പഴയ ആൾക്കാര് അല്ലെ നമ്മളെപ്പോലെ അത്രത്തോളം ഇതില്ലാത്ത ആൾക്കാരൊക്കെ അവർ ദൈവദാസന്മാർ എന്ത് പറഞ്ഞാലും അല്ലെ ഞാൻ ഇപ്പൊ പ്രസംഗിക്കുന്ന അവരാരായാലും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പറയണ പ്രസംഗിക്കുന്നവർ എന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കാലമുണ്ടെന്ന്. ആ കാലം മാറിപ്പോയി. ഇന്ന് അവരെ കീറി മുറിക്കും. ഞാനിവിടെ ചില ദിവസമൊക്കെ പറയുന്ന വചനം തന്നെ എന്റെ മോള് അതിന്റെ എന്താ പറയാ നമ്മള് ഒരു ബേസിക് ആയിട്ട് പറഞ്ഞപ്പോ അവൾ അതിനെ കിള്ളി ചോദിച്ച് അതിന്റെ പൊളിച്ച് അതിന്റെ ഉള്ളിൽ വരെ ചോദിച്ചത് മനസ്സിലാക്കുകയുള്ളു. അത് ചോദിക്കുക. അപ്പം അന്നേരമായിരിക്കും സത്യം പറയും വിളി ചോദിക്കുമ്പോഴായിരിക്കും അപ്പൊ ഇതിനകത്ത് ഇത്രത്തോളം ഡെപ്ത് ആണോ എപ്പം. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ദൈവം കൃപ തരുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ചോദിക്കുക വന്നിട്ട്. അവര് വചനം വായിക്കുമ്പോഴും അവൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ചില സമയത്ത് അവൾക്ക് വായിക്കാൻ ചില സമയത്ത് അവൾ കിട്ടുന്ന റെവലേഷൻസ് വന്ന് ഷെയർ പോലെ ചിലർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അവര് നമ്മളെക്കാട്ടിയൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അപ്പൊ ഇന്ന് വിശ്വസ്തതയില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള കണക്ക് വചനത്തെ മാറ്റി മറിച്ച് വളച്ചൊടിച്ച് ദുരുപയോഗം ചെയ്യുമ്പോൾ ദുരുപദേശം വരുമ്പോഴത്തേന് ഇതൊക്കെ കുഞ്ഞുങ്ങൾ വളരെ ഇതായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പലരും ഇന്ന് വിശ്വാസത്തിൽ ഉറയ്ക്കാതെ നിൽക്കുന്നതിന്റെ കാരണം വിശ്വാസത്തിൽ പിന്മാറി പോവാൻ കാരണം അവർക്ക് ചർച്ചകളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ചില ദൈവദാസന്മാരെ ശുശ്രൂഷകളെ ഇഷ്ടമില്ലാതെ അവരുടെ ഉള്ളിലേക്ക് ഒരു കയ്പോ ഒരു വെറുപ്പോ ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അവരെ മടക്കി കൊണ്ടുവരാൻ ഭയങ്കര പ്രയാസമാണ്. ഈ കാലഘട്ടം നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം വെച്ചാൽ ഇവിടെ ഇന്നലെ ഇത് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടുകൊണ്ട് മാത്രം ഈ ഭാഗത്തേക്ക് നമ്മൾ ഇത് വന്ന് കാരണം അപ്പൻ ജീവപര്യന്തം വിശ്വസ്തനായത് മക്കളുടെ കാലം. നമ്മൾ ഏലി പുരോഹിതന്റെ കാലത്ത് ഇത് തന്നെ നമ്മൾ കണ്ടത്. ഏലി പുരോഹിതൻ വിശ്വസ്തനൊക്കെ ആയിരുന്നു. പക്ഷേ മക്കളെ ശരിയായി ഉപദേശിച്ചില്ല എന്നൊരു കുറ്റം ഏലി പുരോഹിതനുണ്ട്. പക്ഷെ മക്കൾ എന്താ ചെയ്തേ? മക്കൾ ദുർമാർഗികളായിരുന്നു. അവരെന്നിട്ട് ദൈവത്തിന് ഒരു മാന്യതയും കൊടുക്കാതെ ബഹുമാനം കൊടുക്കാത്തവരായിരുന്നു മക്കൾ. അതുകൊണ്ട് ഒരു ദിവസം തന്നെ രണ്ടുപേരും ഒരുമിച്ച് മരിക്കുന്ന സ്ഥിതിയുണ്ട്. ഇവിടെ ശമൂവേലിന്റെ മക്കളെ കുറിച്ച് എഴുതിയേക്കുന്ന അവര് കൂലി വാങ്ങിച്ചിട്ട് ന്യായം മറിച്ചു കളഞ്ഞു. ഇന്ന് കൂലി വാങ്ങിച്ചിട്ട് ന്യായം മറിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ. കാരണം നമ്മൾ പലപ്പോഴും പല പ്രവാചകന്മാരുടെ വായിൽ നമ്മൾ കാണാറുണ്ട്. കാരണം അവിടെ വരുന്നുണ്ട് അവരുടെ സാഹചര്യം നോക്കിയിട്ട് ജഡത്തിൽ നിന്ന് അവര് പലതും പറയും. കാരണം എന്താ വെച്ചാൽ ജഡത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവർക്ക് അത് കേൾക്കാൻ ഇഷ്ടമുണ്ടാകത്തുള്ളൂ. അവരെ കാതിനിമ്പോ മനസ്സിന് സന്തോഷവും കൊടുത്ത മാത്രമേ കൂടുതൽ കൈ കിട്ടുന്ന മാത്രമേ പിന്നെ വീണ്ടും അവരെ വിളിക്കത്തുള്ളൂ. നമ്മളെ വന്നിട്ട് കുറ്റം പറഞ്ഞ് നിങ്ങൾക്ക് കുറവുകളുണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് അടുപ്പിച്ച് ഇത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല ഇപ്പോഴത്തെ കാലത്ത് പ്രവാചകന്മാര്. അതുകൊണ്ട് തന്നെ പലരും പറയുന്നത് പല പ്രവാചകന്മാരും അങ്ങനെ പറഞ്ഞിട്ട് അത് നടക്കാതെ വീണ്ടും ഇവിടെ ചെന്ന് നെക്സ്റ്റ് ടൈം കണ്ടപ്പോൾ ഇവിടുന്ന് ചില വിശ്വാസികൾ പോയിട്ട് ചോദിച്ചു ഫാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നിട്ട് അത് നടന്നില്ലല്ലോ, അത് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടായിരുന്നു, ദൈവം ഒരു വാതിൽ തുറന്നിരുന്നു, പക്ഷേ എങ്കിൽ അത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, പക്ഷേ പിശാച് വന്നിട്ട് അത് അടച്ചു കളഞ്ഞു എന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവര് വന്ന് എന്നോട് ചോദിച്ചു, മിനി സിസ്റ്റർ
ദൈവം തുറന്ന വാതിലിനെ പിശാചിനെ അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അത് പറഞ്ഞ പാസ്റ്ററോട് തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞു. ഹാലയില് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഹാലയില് കാരണം ദൈവം ഒരു വാതിൽ തുറന്നാൽ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ലെന്ന് ഞാൻ കേട്ടേക്കുന്നത്. പക്ഷേങ്കില് ദൈവം തുറന്നതിനെ അടയ്ക്കുന്ന പിശാച് ഉണ്ടാകുമോ എന്ന് പറഞ്ഞ പാസ്റ്റർക്ക് അറിയത്തുള്ളൂ. പോയി ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഹാലേലിയ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിച്ചാണ്. ഹാലേലൂയ. അപ്പൊ അവര് പറയുമ്പം അല്ലെങ്കിൽ അവർക്ക് ആമേ ഹാലേലിയ തെറ്റുപറ്റി അല്ലെങ്കിൽ ചിലപ്പം ഹാലയില് അത് നമുക്ക് അങ്ങനെ ഒന്നും അല്ല അവർ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞ മറുപടി ഇതാണ് ഹാലയില്. അപ്പം നമ്മൾ തന്നെ ആലോചിച്ച് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ എത്രത്തോളം ശ്രദ്ധയോടെ വേണം കാതുകൾ, ഹാലയിലെ ഹൃദയം, ഇതൊക്കെ തുറന്നു വേണം നമ്മൾ വചനം കേൾക്കാന്ന് മനസ്സിലാകുന്നില്ലേ? ഹല്ലേലൂയ. അപ്പം നമ്മളെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിച്ച് ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഞാനൊക്കെ വിശ്വാസി വരുന്ന സമയത്ത് ഇപ്പൊ അങ്ങനത്തെ ചിന്തയൊന്നും എന്നെ മനസ്സില്ല. പക്ഷെ വിശ്വാസി വന്ന സമയത്ത് എനിക്ക് നമ്മള് ഈ പാസ്റ്റർമാർ ആരാന്ന് പോലും പണ്ട് അറിയത്തില്ല. അപ്പൊ നമ്മൾ പള്ളിയിൽ അച്ഛന്മാരൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഇതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ എത്രയും ചെറുപ്പമാണെങ്കിലും അച്ഛന്മാരെയൊക്കെ നമ്മൾ ഭയങ്കര ബഹുമാനത്തോടാണ് നമ്മൾ എത്ര പ്രായമുള്ള അച്ഛൻ ഒന്നേ വിളിക്കത്ത ഭയങ്കര ബഹുമാനത്തോടെ നമ്മൾ പുരോഹിതന്മാരെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പാസ്റ്റർമാരെ കാണപ്പോഴും നമ്മൾ പാസ്റ്റർ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് നമ്മുടെ മുമ്പ് നിൽക്കുന്ന ഒരാളെന്നും ചെയ്ത് നമ്മൾ കാണുന്ന അന്നും ഹാലയിലെ ആ ഒരു ബഹുമാനവും സ്നേഹവും എല്ലാമാണ് നമുക്ക്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യനാണ്, അല്ലെങ്കിൽ അതുപോലൊരു മനുഷ്യനാണ് ദൈവം കേൾക്കുന്ന പുരോഹിതൻ നമുക്ക് ആ ഒരു തോന്നൽ നമുക്കില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തെ കാണുന്ന ആ ഒരു ഇത്. പക്ഷെ എന്നിട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഹാലേലൂയ ദൈവത്തിന് പ്രതിപുരുഷൻ എന്ന് കാണുമ്പോൾ പിശാചിന്റെ സ്വഭാവം ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഞെട്ടലുണ്ടായി പോയിട്ടുണ്ട്. ഹാലയിലെ കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആയി പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പൊ ഞാൻ ദൈവമേ എന്താന്ന് അപ്പം അത് പിന്നെ ഇപ്പൊ നമുക്ക് യൂസ്ഡ് ആയി. അവരും നമ്മളെ പോലൊരു മനുഷ്യൻ തന്നെയാണ്. ശുശ്രൂഷയുണ്ട്, ഇതൊക്കെ ഉള്ളപ്പോഴും അവർക്ക് എല്ലാ ബലഹീനതകളും ഉണ്ട്. എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയ ശേഷമാണ് കുറെ മാറ്റം വന്നത് അതിനകത്ത്. പക്ഷേങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പം എന്താ മനുഷ്യർ ഇവരെന്താ ചെയ്യുന്നത്, അവരോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും, പല ആൾക്കാരും നമ്മൾ അങ്ങനെ പെരുമാറാറില്ലെങ്കിലും പക്ഷെ മിക്ക ആൾക്കാരും അതിനെതിര് പറയും, തിരിച്ചു പറയും, അല്ലെ, വഴക്ക് പറയും. ഇങ്ങോട്ടൊന്ന് പറഞ്ഞു അങ്ങോട്ട് രണ്ടു പറയുന്നതൊക്കെ കാണാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ഞാനിത് അപ്പൊ അതുപോലെ പറയും. അവർ പ്രതികരിക്കുന്ന കാണാൻ, അവർ ഇങ്ങോട്ട് ആരും പ്രതികരിക്കുക അതുപോലെ പ്രതികരിക്കുന്ന കാണാറുണ്ട്. പലരും അതൊക്കെ പിടിച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് പിടിച്ച് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇടുമ്പോഴാണ് അവര് തട്ടിക്കയറുന്നതും വഴക്ക് പറയുന്നതും തെറി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടപ്പോഴാ ഇവർ ശരിക്കും പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ സ്വഭാവം തന്നെ പലരിലും ഉണ്ട്. ദൈവദാസന്മാരാകും ദൈവം പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ക്ഷമിക്കാനും സഹിക്കാനും മിണ്ടാതിരിക്കാനും ഒക്കെ പഠിക്കണം. പക്ഷെ എന്നാലും അത് ജയിക്കാൻ കഴിയാത്ത പലരും ജഡത്തിന്റെ സ്വഭാവങ്ങൾ നടക്കുന്ന പലരും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് വിട്ട് കളയാം. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള ഒരു ഇതിൽ തന്നെ നമ്മൾ കാണാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഒത്തിരി പരിവേഷം കൊടുക്കുമ്പോഴാണ് അതൊക്കെ അവിടേക്ക് എത്താതാകുമ്പോൾ നമുക്ക് നിരാശയുണ്ടാവും. ഇപ്പൊ നമ്മളെല്ലാരും ഒരേപോലെ, നമ്മളെല്ലാരും ഒരേപോലെ മനുഷ്യരാണെന്ന് വിചാരിച്ച പ്രശ്നമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ പള്ളിയിൽ അച്ഛനെയും ബിഷപ്പിനെയും ഒക്കെ കാണുന്ന രീതി പോയി കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് പ്രശ്നം വരുന്നത്. കാരണം അതുപോലെ നമ്മൾ പെരുമാറിപ്പോ ഇപ്പം പള്ളിയിൽ അച്ഛന്മാരെല്ലാം കണക്കാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഇപ്പം പഴയ തലമുറ എങ്ങനെയായിരുന്നു നോക്കിയിട്ട് നമ്മൾ അതുപോലെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിൽ നിന്ന് അങ്ങനെ കിട്ടത്തില്ല. എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാലത്ത് മാത്രമല്ല പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു, അല്ലെ? നമ്മുടെ കാലത്ത് മാത്രമല്ല പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. കാരണം ശമൂവേലിന്റെ മക്കളെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, എലീപുരോഹിതന്റെ മക്കളെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ അവിടെ എന്നിട്ട് ദൈവത്തോടൊപ്പം അവര് പറയുമ്പോ ദൈവം ശമൂവേലിനോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാ, ജനം നിന്നെയല്ല, നിന്നോട് പറയാൻ സകലത്തിൽ അവരുടെ അപേക്ഷ കേൾക്കാവും, നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കാത്ത വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഒരു പുരോഹിതൻ ഭരിക്കുകയാണെങ്കിൽ, ഒരു പ്രവാചകനാണ് ഭരിക്കുന്നതെങ്കിൽ യഥാർത്ഥമായിട്ട് ദൈവത്താലാണ് ഭരിക്കുന്നത്. കാരണം വെച്ചാൽ പ്രവാചകൻ എപ്പോഴും ദൈവത്തിന്റെ നാവാണ്. അന്നത്തെ കാലത്ത് പ്രവാചകന്മാർ ന്യായപാലനം ചെയ്തപ്പോൾ അവരെ ഭരിക്കുന്ന യഥാർത്ഥമായിട്ട് ദൈവം തന്നെയാണ്. കാരണം ആ പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതുപോലെ തന്നെ അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവമാണ് അവരെ ഭരിക്കുന്നത്. അല്ലാത്തടത്ത് അല്ല. ഒറ്റ മിനിറ്റ് പറയാം, AC ഭയങ്കര
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ന്യായപാലനം ചെയ്തു കൊടുക്കുമ്പോ അത് ദൈവം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ വന്ന് നമ്മൾ ആ തീരുമാനം എടുക്കാനായിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യണമെന്ന് ഭരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാ, അല്ലേ? അല്ല, നമുക്ക് സ്വന്തമായിട്ടൊക്കെ തീരുമാനം എടുക്കും. പണ്ട് വിശ്വാസം വരുന്നപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കുത്തിയിരുന്ന് പ്രാർത്ഥി, കർത്താവേ ഇത് ചെയ്യണോ, അങ്ങോട്ട് പോകണോ, അത് ദൈവഹിതമാണോ ചോദിക്കുകയാണ്. ഇല്ല, നമ്മൾ അങ്ങ് പോകും നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇത് ചെയ്യണോ, ഇതെന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇത് ദൈവഹിതമാണോ നമ്മൾ ചോദിക്കുന്ന കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ കാര്യങ്ങളിൽ ദൈവത്തിന്റെ ഭരണം നടക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ കേട്ടോ ദൈവത്തോട്. ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പ്രയാസമുള്ള കാര്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് കൊണ്ടുപോകാൻ ഞാൻ തീർപ്പായിരിക്കും എന്ന് പറഞ്ഞിടക്ക് പ്രയാസമുള്ള കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിന്റെ ഹിതമാണോ എന്ന് ചോദിച്ചു ദൈവത്തോട് ഇരുന്ന് ചോദിച്ച് ഏതെങ്കിലും പ്രവാചകനോട് പോയി ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും പാസ്റ്റർ വിളിച്ച് ചോദിക്കാനല്ല പറഞ്ഞത്, ദൈവത്തോട് നമ്മൾ നേരിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. എന്നിട്ട് വേണം നമ്മളൊരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ അങ്ങോട്ടേക്ക് പോകരുത്. ഇവിടെ ദൈവം പറയുന്നത് അതുകൊണ്ട് ജനം നിന്നോട് പറ സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക, അവർ നിന്നെയല്ല ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഭരിക്കാതെ വണ്ണം നമ്മൾ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ജാതികൾ നടക്കുന്ന പോലെ നടക്കരുത്. ഇവിടെ ഇസ്രായേൽ ജന്മം അങ്ങനെ രാജാവിനെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ രാജാവ് വന്നു കഴിഞ്ഞപ്പോ അവര് എന്തൊക്കെയാണ് ഭവിഷ്യത്ത് വന്നതെന്ന് നമുക്ക് കാണാൻ. അതിനുശേഷം അങ്ങനെ രാജാവിനെ അപേക്ഷിച്ച ജനത്തോട് ശമൂവേൽ യഹോവയുടെ വചനങ്ങളെ എല്ലാം അറിയിച്ച് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ വാഴുവാനിരിക്കും രാജാവിന്റെ ന്യായം ഇതായിരിക്കും. ഹല്ലേലൂയ. അവിടെ താഴോട്ട് നമുക്ക് വായിക്കും, മനസ്സിലാകും. നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുക, അല്ല ദൈവത്തിന് നമ്മളെ ഭരിക്കാനായിട്ട് അനുവദിക്കാതെ നടന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും നമുക്ക് കാണാം. അന്ന് ഒരു രാജാവ് ഭരിച്ച എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ ഇന്നും നമ്മുടെ ജീവിതത്തെ ദൈവം അല്ല ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമോ നമ്മൾ മറ്റുള്ളവർ നടക്കുന്ന പോലെ ജാതികൾ നടക്കുന്ന പോലെ നടക്കണ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു അവിടെ കാണുന്നുണ്ട്. ഒന്ന്, അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടി വരും. അവനവരെ 1000-നും 50-നും അധിപന്മാരാക്കും. തന്റെ നിലം കൃഷി ചെയ്യാനും തന്റെ വിള കൊയ്യുവാനും തന്റെ പടക്കോപ്പും തേർക്കോപ്പ് ഉണ്ടാക്കുവാനും അവരെ നിയമിക്കും. അവൻ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തികളും അപ്പക്കാരത്തികളും ആയിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിശാലമായ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും എടുത്ത് തന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തന്റെ ഷണ്ടന്മാർക്ക് ഭൃത്യന്മാർക്ക് കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തന്റെ വേലയ്ക്കാക്കും. അവൻ നിങ്ങളുടെ ആടുകൾ 10-1 എടുക്കും. നിങ്ങൾ അവന് ദാസന്മാരായി തീരും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവിന് നിമിത്തം നിങ്ങൾ അന്ന് നിലവിളിക്കും, എന്നാൽ യഹോവ അന്ന് ഉത്തരമരുളുകയില്ല. എന്നാൽ ശമൂവേലിന്റെ വാക്ക് കൈക്കൊള്ളാൻ ജനത്തിന് മനസ്സില്ലാതെ അല്ല, ഞങ്ങൾക്ക് രാജാവിന് വേണം, മറ്റു സകല ജാതികളെയും പോലെ ഞങ്ങളും ആകേണ്ടതിന് ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണമെന്ന് അവർ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിക്കും, രാജാവ് അല്ലെങ്കിൽ ജാതികളെ പോലെ പൊയ്ക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം പറയാം. അന്നത്തെ കാലത്ത് സംഭവിച്ചതുപോലെ ഇന്ന് നമ്മുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന കാരണം ഒന്ന് പറയുന്നത്, അവൻ നിങ്ങളുടെ പുത്രന്മാരെയും തനിക്ക് തേരാളികളും കുതിരച്ചെവരുമാക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ ഓടേണ്ടി വരും. അപ്പൊ നമ്മുടെ പുത്രന്മാര് അതന്ന് കുതിര അവിടെ പറയുന്ന കുതിരച്ചേവകരും തേരാളികളുമാക്കുന്ന പോലെ അവർ ഓടുന്ന കാര്യങ്ങളെ അതിന്റെ കൂടെ പിടിച്ച് അതിന്റെ ഒരു ദാസ്യത്വം അവരെ ചുമന്നുകൊണ്ടല്ല അവരുടെ കാര്യങ്ങൾ വഹിച്ചുകൊണ്ട് ഓടുവാനായിട്ട് ഇപ്പൊ ഒരു കുതിര തേരാളിയും ചേവകരും ഒക്കെ ചെയ്യുന്ന വെച്ചാൽ രാജാവിന് മുമ്പായി പോയിട്ട് കാര്യങ്ങൾ. അപ്പൊ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പുത്രന്മാരെ ജാതികൾക്കിടയിലേക്ക് അത് നോക്കി അവരെ പഠിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവര് നടക്കുന്ന പോലെ നടക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവര് ഈ നമ്മുടെ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടവര് എന്തിനാ രാജാവിന് അടിമപ്പണി ചെയ്യുന്ന പോലെ ആക്കുന്ന പോലെ അവരുടെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ
കുതിരച്ചേവകരും തേരാളികളും കുതിരച്ചേവരും ആക്കുന്ന വെച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് ഹാലേലിയ യുദ്ധം ചെയ്യാനായിട്ട് മുമ്പ് നിൽക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്നുവെച്ചാൽ ഒരു കുതിരച്ചേവകര് ഒരു തേരാളി എന്ന് വെച്ചാൽ അവര് മുമ്പിലാണ്, അവര് രാജാവ് അതിന്റെ പിന്നിലായിരിക്കും. ഹാല എന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപകടം വന്ന് ഇവരിലേക്കായിരിക്കും ആദ്യം എഫക്ട്. അതുപോലെ ഒരു രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാലേലിയ അതിലേക്ക് പെട്ടുപോകാൻ കാരണം അവരുടെ മുമ്പിൽ നിന്ന് ഹാലേലിയ അവർക്ക് വേണ്ടിയിട്ട് ഹാലേലിയ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകല ഇവരുടെ ജീവിതത്തിലേക്ക് മുന്നമേ എഫക്ട് ചെയ്യാൻ തുടങ്ങും ഹാലെ. കാരണം വെച്ചാൽ ആമീൻ ഹാലേലിയ അവർ ഉപയോഗിക്കുന്ന അങ്ങനെയായിരിക്കും ഹാലെ, അവരെ പ്രിവിലേജ് ആയിട്ട് ഹാലേലിയ വലുതായിട്ടല്ല ഉപയോഗിക്കുന്ന ഹാലെ. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന്റെ ഇടയിലേക്ക് പെട്ടുപോകും ഹാലേലിയ. ആമേ അതിനുശേഷം ഒരു യുദ്ധമൊക്കെ വന്ന് ആദ്യം തകർന്നു പോകുന്ന ഇവരായിരിക്കും ഹാലെ. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവൻ ഓടേണ്ടി വന്നിട്ട് അവന്റെ രഥങ്ങൾക്ക് മുമ്പേ ഹാലി. അപ്പം രഥത്തിൽ രാജാവ് പുറകിലാണ്, അതിന് മുമ്പേ ഇവർ ഓടേണ്ടി വരും ഹാലിലി. അപ്പൊ എന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് മുന്നമേ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരായിരിക്കും തകർന്നു പോകുന്ന ഹാലി. എന്ന് വെച്ചാൽ ജനത്തെ സേവിക്കേണ്ട, ജനത്തിന്റെ മക്കളായിരിക്കേണ്ട, ജനത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടക്കേണ്ട ഹാലേലിയ ആ ജനം രാജാവിന് വേണ്ടി കുറിച്ച് പറയും. രാജാവായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാലേലിയ നമ്മുടെ മക്കളൊക്കെ ദൈവത്തിന്റെ ഭരണം വിട്ട് മാറി ഹാലേലിയ ജാതികളിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് ഹാലേലിയ. അടുത്തത് അവനവരെ 1000 അധിപന്മാരാക്കും. എന്ന് വെച്ചാ ചില ഉത്തരവാദിത്തം കൊടുക്കും, പക്ഷെ എന്താ അത് നോക്കി അടിമപ്പണിയാണ്. രാജാവിന്റെ അണ്ടറില് 1000 നമ്മൾ പറയത്തില്ല ദേശാധിപതിമാര് അങ്ങനെയൊക്കെ ഉണ്ടാന്ന് പറയുമ്പോഴത്തേ അവര് കുറച്ച് കൂട്ടത്തിനെ ഭരിക്കാനായിട്ട് കൊടുക്കും. പക്ഷെ ഇത് അവരുടെ അണ്ടറിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടുന്നത്. നമ്മൾ ദൈവരാജ്യത്ത് നിൽക്കുമ്പം അല്ലെങ്കിൽ ദൈവത്തിന് ഒരു പുരോഹിതൻ അല്ലെ ഒരു ന്യായപാലനം ചെയ്യുന്ന ഒരു ഹാലേലിയ ആമേൻ ഒരു പ്രവാചകം നടത്തുമ്പോൾ അത് ദൈവമാണ് പറഞ്ഞ ദൈവത്തിന്റെ അണ്ടറിൽ നിൽക്കുന്നതിന് പകരം ഒരു രാജാവിന്റെ അണ്ടറിൽ പോയിന്ന രാജാവിന്റെ അടിമപ്പണി ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ് ഹാലേലിയ. നമ്മൾ പോലും അറിയാതെ അവര് ശരിക്കും പറയാം അതിലേക്കാണ് പോകുന്നത്. അവർക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയെന്ന്, പക്ഷെ ഈ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ മനസ്സിലാകേണ്ട കാര്യം ഹാലേലിയ അവർ അടിമത്തത്തിലേക്കാണ് ഹാലേലിയ. അവരുടെ മേളിൽ നിന്ന് ഭരിക്കുന്ന ആരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് പറയുന്ന തന്റെ നിലം കൃഷി ചെയ്യുവാനും തന്റെ വിള കൊയ്യുവാനും തന്റെ പടക്കോപ്പും തീർക്കോപ്പും ഉണ്ടാക്കുവാൻ അവരെ നിയമിക്കുക ഹാലേലിയ. അവരുടെ നിലം കൊയ്യുവാനും ഹാലേലിയ അത് വെച്ചാൽ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് അവരെപ്പോഴും ഉപയോഗിക്കുന്നത് ഹാലേ. നമുക്ക് തോന്നും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് വല്ലതൊക്കെ കിട്ടിയെന്ന്, പക്ഷേ അല്ല. അവരുടെ നിലം കൊയ്യുവാനും പടക്കോപ്പ് ഉണ്ടാക്കുവാനും ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അടുത്ത അവരെ നിയമിക്കുക. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തൈലക്കാരത്തികളും വെപ്പുകാരത്തിലും അപ്പക്കാരത്തികളുമായിട്ടെടുക്കും. ഹാലലൂയ. ഇതിന്റെയൊക്കെ ആത്മീയമായ അർത്ഥത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഹാലലൂയ. അതൊക്കെ കുറച്ച് നേരം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ പറഞ്ഞ അവൻ നിങ്ങളുടെ പുത്രിമാരെയൊക്കെ എന്താ വെച്ചാൽ ദാസ്യത്വത്തിലേക്ക് എടുക്കുക. അവരുടെ ദാസിമാരായി മാറുക ചെയ്യുന്ന ഹാലലൂയ. അവരുടെ ദാസന്മാരെന്ന് വെച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഹാലേലിയ മക്കളായിരിക്കേണ്ടവർ അവിടെ പോയിട്ട് ദാസപ്പണി ചെയ്യും. അന്യ ജാതിക്കാരുടെ കൂടെ ചെന്ന് അവന്റെ ഹാലേലിയ അവരുടെ രാജാക്കന്മാർക്ക് നിറപ്പ് അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾക്ക് ഹാലേലിയ അല്ലെ ഭരിക്കുന്നവർക്ക് ദാസപ്പണി ചെയ്ത് അടിമപ്പണി ചെയ്യുന്ന രീതിയിലേക്ക് ആയിപ്പോകും ഹാലേലിയ. പക്ഷെ രാജാവിന് വേണം ഇവരേക്കും ജാതികൾ അങ്ങനെയല്ലേ ഇങ്ങനെ. പക്ഷെ ജാതികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം പറയുന്നത് ഹാലേലിയ. അടുത്ത് പറയുന്നത് അവർ നിങ്ങളുടെ വിശേഷമായ നിലങ്ങളും മുന്തിരിത്തോട്ടം ഒലിവുതോട്ടം എടുത്ത് എന്റെ ഭൃത്യന്മാർക്ക് കൊടുക്കും. നന്മകളൊക്കെ എടുത്ത് അവരുടെ ഭൃത്യന്മാർക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിലുള്ള ഹാലേലിയ അവരെ കൊണ്ട് അവരുടെ ആൾക്കാർക്ക് ഇത് കൊടുക്കും. നമ്മുടെ നന്മകളൊക്കെ എടുത്ത് അവിടെയാ കൊടുക്കുന്നത് ഹാലേലിയ. അടുത്ത പറയുന്നത് അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടം ദശാംശം എടുത്ത് എന്റെ ഷണ്ടന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അപ്പൊ ദശാംശം 10% എടുത്ത് അവന്റെ ഷണ്ടന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും ഹാലേലിയ. അടുത്തത് ഹാലേലിയ ആമേൻ. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിവരെയും നിങ്ങളുടെ കോമള യുവാക്കളെ നിങ്ങളുടെ കഴുതുകളെ പിടിച്ച് തന്റെ വേലയ്ക്കാക്കും. അപ്പൊ നമുക്കുള്ളതൊക്കെ അവർ അപഹരിച്ചുകൊണ്ടുവന്ന് ഒരൊറ്റ വാക്കി പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഹാലേലിയ മറ്റുള്ള അവരുടെ അണ്ടറിലേക്കായി മാറും. അവർ പയ്യെ ഇതെല്ലാം അപഹരിച്ചെടുക്കും. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുക കാരണം പൂർണ്ണമായി എന്നിട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ അടിമത്തത്തിലേക്ക് നമ്മൾ നീങ്ങിപ്പോകും. ദൈവത്തിന്റെ ഹാലേലിയ ഭരണത്തിൽ നിൽക്കുന്ന ദൈവം രാജാവായിട്ട് അല്ലെ ദൈവം നമുക്ക് ന്യായാധിപനായിട്ട് ഭരണം നടത്തിക്കൊണ്ട് നമ്മൾ ഹാലേലിയ ജാതികളെ പോലെ ആകാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് നമ്മൾ അവരുടെ അടിമത്തത്തിലേക്ക് കടന്നു പോകും. പിന്നെ നമുക്കുള്ളതെല്ലാം അവർ സ്വന്തമാക്കും. എല്ലാം സ്വന്തമാക്കിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടെന്ന് പറയാനല്ല, നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പോലും ആകാത്ത അവസ്ഥയിലേക്ക് മാറും.
നമ്മുടെ ജീവിതം പോലും അവിടെ കെട്ടപ്പെട്ടു പോകും. നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് സ്വന്തമായിട്ട് കാര്യം ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാം അവർ അപഹരിച്ചെടുക്കുന്ന രീതിയിലേക്ക് മാറുന്നതാണ്. രാജാവ് വരുമ്പോഴുള്ള കാര്യം ഇത് പറയാം. അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തിന്റെ രാജ്യത്ത് നിന്നിട്ട് ദൈവം ഭരണം ചെയ്യേണ്ട നമ്മളെ ഹല്ലേലൂയ മറ്റ് പലതും കണ്ട് മോഹിച്ചിട്ട് മറ്റ് ജാതികൾ അങ്ങനെയാണല്ലോ, അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കും, അവിടെ ആണെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല, അവർക്ക് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അവർക്ക് സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സ് ഒക്കെ പോകുന്ന പോലെ നടക്കാം എന്നൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇത് പറയണൊക്കെ. കാരണം അവർ നോക്കുന്ന ഫ്രീഡം ആയിരിക്കും നോക്കുന്നത്, ഫ്രീഡം. പക്ഷെ ഈ ഫ്രീഡം നോക്കി സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്ന ആൾക്കാർ അറിയാണ്ട് സംഭവിക്കുന്ന കാര്യം, അവർ സ്വാതന്ത്ര്യത്തിലേക്കല്ല പോകുന്നത്, അടിമത്തത്തിലേക്കാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കി വരുമ്പോഴത്തേന് സകലതും അവരുടെ പായിലായി കഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് അന്ന് അവിടെ സംഭവിച്ച, ഇന്ന് നമ്മളുടെ ഇടയിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഹല്ലേലൂയ നീതിയോടെ ന്യായം പാലനം ചെയ്യാത്ത പ്രവാചകന്റെ മക്കൾ അന്നുണ്ടായിരുന്നത് പോലെ, കൂലി വാങ്ങിച്ച് ന്യായത്തെ മറിച്ചുകളിൽ ഉണ്ടായിരുന്ന പോലെ, ഇന്ന് നീതിയോടെ നീതിമാനായ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരായി ആമേൻ ജനത്തിനെ നടത്താനായിട്ട് ആക്കിയിരിക്കുന്നത് അത് നീതിയോടെ ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ കുറ്റം എവിടെയാന്ന് ചോദിച്ചാൽ, ഈ വിട്ടുപോകുന്ന കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വിട്ടുപോകുന്ന ആൾക്കാരെ കാട്ടി കുറ്റം ചെയ്യുന്നത് ഹാലിൽ അതിന് കാരണക്കാരായിരിക്കുന്നവരാണ്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിൽ ഒരു കാര്യം പറയാനുണ്ട്. ഹാലി തെറ്റ് ചെയ്യുന്നവരെ കാട്ടി തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശിക്ഷക്കാരകരാണ്. ഹല്ലേലൂയ. ഒരാളെ ഹാലി നമ്മുടെ ദൈവത്തിൽ നിന്ന് മാറ്റി ഹല്ലേലൂയ അവര് പോകാനായിട്ട് കാരണക്കാർ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന് ഒരാൾക്കെങ്കിലും നിങ്ങൾ ഇടർച്ച ഉണ്ടാക്കാൻ നമുക്ക് കാരണമാകുന്നെങ്കിൽ ഹല്ലേലൂയ കല്ല് കെട്ടിയിട്ട് കടലിൽ കൊണ്ട് താഴ്ത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ന് പലരും ഇടറിപ്പോവാൻ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിൽ നിൽക്കുന്ന പഠിപ്പിക്കലുകൾ ഹാലയില് അതിനകത്ത് വരുന്ന വചനത്തെ വളച്ചൊടുക്കിയ ദുരുപദേശങ്ങൾ കൂടുമ്പോഴാണ് ഇന്ന് ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ പല ആൾക്കാരും ഇതല്ല ശരി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ ഒരു തർക്കിക്കുകയും ചിലപ്പോ അത് പറയും. പക്ഷെ അത് പിന്നീട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ എപ്പോഴും ഹാലയില് അങ്ങനെ എന്താ പറയാ ആക്രമിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. വചനത്തിലൂടെയാണെങ്കിലും പ്രസംഗത്തിലൂടെ ആണെങ്കിൽ അങ്ങനെ വരുമ്പോഴത്തേക്ക് അറിയാണ്ട് ഹാലയില് അവർ മുറിവേറ്റ് പലരും പിന്മാറി പോകുന്നുണ്ട്. ഇന്ന് വിശ്വാസത്തിൽ വരുന്ന ഒരു സൈഡ് നമ്മൾ കാണുന്നുണ്ട്. പലയിടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വാസത്തിലേക്ക് ആൾക്കാർ വരുന്നത് കാണുമ്പം ആ വരുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർ പിന്മാറ്റത്തിൽ പോകുന്നുണ്ട്. എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? പൗലോസ് അപ്പോസ്തലനെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നെന്ന് മാത്രമല്ല, അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ജോലി കൂടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതുപോലെ പഴയ അപ്പോസ്തലന്മാർ, നമ്മൾ അപ്പോസ്തലന്മാരൊന്നും ബൈബിളിലേക്കൊന്നും പോണ്ട. പഴയ കാലത്ത് അപ്പച്ചന്മാരെ കുറിച്ച് പറഞ്ഞു കേട്ട അറിവുള്ളൂ എനിക്ക്. എനിക്ക് കണ്ടനുഭവിക്കാനൊന്നും ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് വിശ്വാസത്തിൽ വന്നിട്ട് ആകപ്പാട് 8 വർഷം ആകുന്നതുകൊണ്ട് അപ്പൊ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുമൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടില്ല. പലരുടെയും ടെസ്റ്റ് മണി എന്നൊക്കെ പറയുന്ന കേട്ട അന്നത്തെ അപ്പച്ചന്മാര് കൊടുത്ത വില എത്രയാണെന്നും അവരെത്രത്തോളം സത്യസന്ധമായ ദൈവത്തോട് നിന്നെന്നും അവര് പണത്തിന് വേണ്ടിയല്ല ശുശ്രൂഷിക്കാൻ ഇറങ്ങിയെന്ന് അവരുള്ളതെല്ലാം വിറ്റ് ദൈവരാജ്യത്തിന് ചെലവാക്കി ഒത്തിരി പേരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു മരിക്കും വരെ വാടക വീട്ടിൽ തന്നെ ജീവിച്ചവരെ കുറിച്ചും ഒക്കെയാണ്. പക്ഷെ ഇന്ന് ആ ഒരു തലമൊക്കെ മാറിപ്പോയി. ആ റലം തന്നെ മാറി എന്ന് വേണേൽ പറയാം. ഇന്ന് ഹാലേലിയ അങ്ങനെ ഒരു വാടക വീട്ടിൽ കിടക്കുന്ന ഒരു ദൈവദാസനെ കണ്ട ആർക്കും വലിയ സ്റ്റേജ് ഒന്നും കൊടുക്കാനായിട്ട് വലിയ വലിയ പൊക്കുകൾ നടക്കാനായിട്ടൊന്നും ആൾക്കാരില്ല. കാരണം ഇത് പറയുന്നത് നമ്മുടെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവമാണ്. ശരിയാണ്, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്നത്. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഈ ഭൗതികം ഈ ഭൂമിയിൽ കുറച്ച് അനുഗ്രഹിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ എഴുതിയേക്കുന്നത്. അത് മനസ്സിലായി. ഭൂമിയിൽ അനുഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ അതല്ല നമ്മുടെ നമ്മുടെ ലക്ഷ്യം എവിടെയായിരിക്കണം? ഒരാളെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തി എന്താ പ്രയോജനമുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചെന്നിരുന്നോട്ടെ. ഇന്നലെ ഒരാളുടെ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷൻ വരാം. ഒത്തിരി ഇവർക്ക് പ്രൈവറ്റ് ജെറ്റ് ഉള്ളവർ ഒത്തിരി ദൈവദാസൻ. അപ്പൊ എന്നത് ഈ പ്രൈവറ്റ് ജെറ്റിക്ക് എത്ര കോടികളാ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ ദൈവം കൊടുത്തില്ല, അവിടെ തിരുന്നോട്ടെ. നമ്മളിപ്പോ പറയാൻ പോകുന്നത് എന്തിനാ? ഹാലല്ലേ അവർ ആ ജീവിക്കുന്ന ചിലപ്പോ രാജ്യത്ത് ചിലപ്പോൾ അവർക്ക് പ്രൈവറ്റ് ജെറ്റ് ആവശ്യമുണ്ട്, നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് നമുക്ക് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും സൈക്കിൾ ഉപയോഗിക്കാം, അല്ലേ? അതേപോലെ ഒരു സ്കൂട്ടർ അല്ല, അങ്ങനെ പല കാര്യങ്ങളും നടന്ന. പക്ഷേ അവരുടെ രാജ്യത്തിൽ അവർ അയക്കുന്നിടത്ത് പലപ്പോഴും പല US-ലൊക്കെ പല സ്ഥലങ്ങളിലും പ്രൈവറ്റ് ജെറ്റ് പാർക്ക് ചെയ്യേണ്ട, കാർ പാർക്ക് ചെയ്യുന്നതൊക്കെ വീടിന് മുമ്പിൽ സൗകര്യങ്ങളുള്ളവരുണ്ട്. കാരണം വെച്ചാൽ അവരയക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അവർക്ക് അത് ആവശ്യമുള്ളത് കൊണ്ടായിരിക്കും ദൈവം അവർക്ക് കൊടുത്തത്.
അത് പല പല അല്ലാത്ത ചില കാര്യങ്ങളിലൂടെ ഒക്കെ നേടിയെടുത്തവരും ഉണ്ടാവും ഹാലേ. പക്ഷേ ഇതെന്താണെങ്കിലും ദൈവം കൊടുത്താന്ന് വിചാരിച്ചു അതിരുന്നോട്ടെ, നമുക്ക് എന്താ കാര്യം ഹാലേ. നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പോകണ്ട ഹാലേലിയ. പക്ഷേ ഒന്നും ഞാൻ പറയാം, അല്ലെ എന്ത് പ്രൈവറ്റ് ജെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാല് ഹാലേലിയ, എന്തൊക്കെ നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞാല് ഹാലേലിയ, ഹാലേലിയ നമ്മളുടെ ഫോക്കസ് അതിലേക്കായി പോകരുത്. ഒരു പ്രഭാതത്തിൽ ദൈവം ഇതെല്ലാം എടുത്തു മാറ്റിയാലും ദൈവത്തിനോട് വിശ്വസ്തരായി നിൽക്കാൻ കഴിയണം. നമുക്കുള്ളതെല്ലാം ചിലപ്പോൾ ഹാലയിലെ ഏറ്റവും മുറിച്ച് മാറ്റുന്ന കണക്ക് ഹാലി കൊമ്പുകളൊക്കെ ചെത്തി മാറ്റുന്ന പോലെ ചിലപ്പം എല്ലാം സകലത എടുത്തു മാറ്റുമ്പോഴും ദൈവത്തോട് വിശ്വസ്തരായി ഹാലയില് ദൈവം കൊടുക്കുന്ന വേല വിശ്വസ്തയോട് ചെയ്യാൻ കഴിയണം. അതാ ദൈവം നോക്കുന്നത് ഹാലേലിയ. അല്ലാതെ ഇത് ഉള്ളപ്പം മാത്രം ഹാലേലിയ. ജനം ഹാലേ ചിലപ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ചിലപ്പം ഹാലേ നമ്മുടെ പവറും പൊസിഷനും ഒക്കെ കണ്ടിട്ട് തന്നെയായിരിക്കും. വലിയ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ വലിയ എന്താ പറയാ കാറുണ്ടോ, ഹാലേലിയ നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ ചിലപ്പോൾ ഒരു സ്റ്റേജ് തരുന്നത്. പക്ഷെ ദൈവം അതൊന്നും നോക്കിയിട്ടല്ല തരുന്നത് ഹാലേ. മനുഷ്യൻ ഇന്ന് അങ്ങനെ പലതും നോക്കി ഹാലേലിയ പലർക്കും ഹാലേലിയ പലരെയും വിളിക്കുകയും ഹാലേ സംസാരിക്കുകയും ദൈവം അതൊന്നും നോക്കിയിട്ടല്ല ഹാലേലിയ. അപ്പം നമുക്ക് ദൈവം ഹാലി ഇവിടെ ആക്കി വെച്ച് ഇന്നത്തെ ഇതിനകത്ത് പറയും ആ ഒരൊറ്റ വാക്യമാണ് എന്നോട് ഇടപെട്ട ഹാലേലിയ. മക്കൾ ഹാലില് കൂലി വാങ്ങിച്ചിട്ട് ന്യായം മറിച്ച് കളഞ്ഞ അപ്പൻ വിശ്വസ്തനായിരുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരുന്ന ഒരു ഹാലിലെ അഭിഷിക്തനായ ശമൂവേലിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അപ്പച്ചന്മാരൊക്കെ വിശ്വസ്തരായിരുന്ന ഹാലിലെ, അവർ മരണപര്യന്തം വിശ്വസ്തരായിരുന്ന ഹാലിലെ. പക്ഷെ അവരുടെ മക്കൾ ഇന്ന് പലരും കൂലി കൊതിച്ചിട്ട് ന്യായം മറിച്ച് കളയുന്ന പോലെ പെരുമാറുന്നത്. പക്ഷെ ഇത് പെരുമാറുന്നത് കൊണ്ട് അനേകർ വിശ്വാസം ഇട്ട് ജാതികൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ തിരിച്ചു പോകുമ്പോഴത്തേന് അതിന് കാരണക്കാർ ആരാന്ന് ചോദിച്ചാൽ പോകുന്നതിനെക്കാട്ടി കൂടുതൽ തെറ്റുകാരാ പോകാനായിട്ട് ഇടയുണ്ടാക്കുന്നത്. നമ്മൾ ആരും ഹാലേലിയ ഒരു മനുഷ്യനെ ഹാലേലിയ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് മാറ്റുന്നവർ ആയിരിക്കില്ല ഹാലേലിയ. നമ്മൾ എപ്പോഴും കാരണം അങ്ങനെ പോകുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്, അവരറിയാണ്ട് പോകുന്നത് പലതവണ നല്ലതെന്ന് തോന്നി അവർ ചെല്ലുമ്പോൾ ഹാലേലിയ അവര് പോകുന്ന അടിമത്തത്തിലേക്കാണ്. ആരുടെ അടിമത്തമാണ്? അവര് പോകുന്നിടത്ത് ഭരണം നടത്തുന്ന അടിമത്തത്തിലേക്ക് അവരുടെ എല്ലാ സമ്പത്തും അവരുടെ അനുഗ്രഹങ്ങളും സകലത അവർ അറിയാണ്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവര്. അതവർ മനസ്സിലായി. ദൈവത്തിന്റെ മക്കളായി നിൽക്കാൻ പ്രിവിലേജ് കിട്ടിയിരിക്കുന്നിടത്ത് അവർ പോയി ചെന്ന് ചേരുന്നത് ഹാലേല് അവരെ സകലതയും സ്വന്തമാക്കി അവരുടെ പ്രാണൻ പോലും കെട്ടിക്കളയുന്ന ഒരു അടിമത്തത്തിലേക്കാ പോകുന്നത്. അടിമത്തത്തിലേക്ക് തള്ളിവിടാനായിട്ട് നമ്മളാരും കാരണക്കാർ ആകരുത്. എന്നിട്ട് ഇവിടെ പറയുന്നത് അതെല്ലാം പറഞ്ഞിട്ടും ഇവര് പറഞ്ഞ മറ്റു സകല ജാതികളെ പോലെ ഞങ്ങളുമാകണം, ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും ഞങ്ങൾക്ക് നായകനായി പുറപ്പെടുകയും ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുകയും വേണമെന്ന് അവർ പറഞ്ഞു. അപ്പൊ ഈ സകല ജാതികളുടെ കണ്ണെപ്പോഴും അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ആയാൽ മതി, ദൈവം വേണ്ട, ദൈവത്തിന് ഭരണം വേണ്ട എന്ന് അവർ പറഞ്ഞു ഹാലേലി. ആര് പ്രവാചകൻ നമ്മളെ പരിഗണന ന്യായപാലനം പുരോഹിതൻ ചെയ്യണ്ട, കാരണം അത് ചെയ്ത ദൈവം. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ജാതികൾ കണ്ടോ, അവർക്ക് രാജാവുണ്ട്, നല്ല പ്രൗഢിയൊക്കെ ഉണ്ട്, നല്ല കൊട്ടാരമുണ്ട് ഹാലേലിയ, തേരും തേരാളികളും ഒക്കെ ഉണ്ട്, രാജാവിന് നല്ല വസ്ത്രമുണ്ട്, കിരീടമുണ്ട് ഹാലേലിയ. അവർ യുദ്ധം ചെയ്യുമ്പോൾ മുമ്പിൽ രാജാവ് നിൽക്കുന്ന ഹാലേലിയ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലായി, രാജാവ് നയിക്കുമ്പോഴും രാജാവ് അവസാനം വീഴത്തുള്ളൂ കേട്ടോ. ഈ മുമ്പ് നിൽക്കുന്ന ഇവരുടെ ഒക്കെയാണ് കൊണ്ടുകൊണ്ട് പോയിട്ട് എന്ന് വെച്ചാൽ ഇവർക്കുള്ള സകല ഇവിടെ ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ഓരോ നിലങ്ങളാകട്ടെ, പുത്രിമാരാകട്ടെ, ഒരു മുന്തിരിത്തോട്ടങ്ങളാകട്ടെ ഇവർക്ക് എന്തൊക്കെ അനുഗ്രഹം ദൈവം കൊടുത്തു അത് കംപ്ലീറ്റ് ഇവര് പോലും അറിയാണ്ട് അവര് വായിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്നും അതുപോലെ തന്നെ സംഭവിക്കും ഹാലേലിയ. അത് അടുത്തത് ശമൂവേൽ ജനത്തിന്റെ വാക്കെല്ലാം കേട്ട് യഹോവയോട് അറിയിച്ചു. യഹോവ ശമൂവേലിനോട് അവരുടെ വാക്ക് കേട്ട് അവർക്ക് രാജാവിന് വാഴിച്ചു കൊടുക്കുകയെന്ന് കൽപ്പിച്ചു. ശമൂവേൽ ഇസ്രായേലിയരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ തന്റെ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു ഹാലേലിയ. അങ്ങനെ ദൈവം നടക്കട്ടെ, പൊയ്ക്കോട്ടെ നമ്മള് ഹാലേലിയ. പലരും ദൈവത്തെ വിട്ട് മാറുമ്പോഴും ദൈവം ആദ്യം നമ്മളോട് ഉപദേശിക്കും, കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ പൊയ്ക്കോട്ടെ എന്ന് പറയും. ദൈവം ആരും പിടിച്ചു നിർത്തുന്നൊന്നുമില്ല, കെട്ടിയെടുത്തൊന്നുമില്ല കേട്ടോ. പൊയ്ക്കോട്ടെ എന്ന് പറയും. പോയിട്ട് എന്താ പോയി അവര് അനുഭവിച്ച് പഠിച്ച് ഹാലേലിയ മടങ്ങി വരുമ്പോഴാണ് ഹാലേലിയ ദൈവം. അല്ലാണ്ട് ഞാൻ പറയാം പിന്നാലെ നടന്ന് ഹാലേലിയ കൂട്ടിക്കൊണ്ടുവരുന്ന ആരും വിചാരിക്കില്ല. പലരും വിചാരിന്റെ ദൈവം ദൈവം ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇടവിൽ കയറി നമ്മളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പക്ഷെ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പറയും, കണ്ടിന്യൂസ് പറയുന്ന ആരും. പരിശുദ്ധാൻ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ഹാലേലിയ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹാലേലിയ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഹാലേലിയ മോളെ അത് പാടില്ല എന്ന് നമ്മളോട് പറയും, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയും. പിന്നെ നമ്മളത് ചെയ്യുകയാണെങ്കിൽ ഒന്നും വേണ്ടത്തില്ല, അനങ്ങാതെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് കേട്ടോണ്ടിരിക്കും. അല്ലാതെ അത് കയറി സ്റ്റോപ്പ് ചെയ്യത്തൊന്നുമില്ല.
ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ പറയുന്ന കണക്ക് ദൈവം നിനക്ക് വേണമെങ്കിൽ അങ്ങ് നിർത്തിക്കൂടായിരുന്നു, അത് സ്റ്റോപ്പ് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ ദൈവം പറയും എന്റെ പണി അതല്ല എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് ഉപദേശിച്ച് തരും. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ കേട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരും വിചാരിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലൊരു തോന്നലാണ് ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ദൈവം അതങ്ങ് സ്റ്റോപ്പ് ചെയ്യല്ല, ദൈവം നമുക്ക് അതങ്ങ് ആക്കി മാറ്റുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം വെച്ചാ ദൈവത്തിന് ഇപ്പൊ നമ്മുടെ മക്കളെ ആണെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ഉപദേശിക്കും. പിന്നെ നമ്മൾ പറയാം എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ പഠിച്ചൊരു പയ്യൻ, എറണാകുളത്തെ വലിയ ഫാമിലി, എറണാകുളത്തുള്ള വലിയ ഒരു കുടുംബക്കാരൻ. അവൻ പറയുന്നത് ചെറുപ്പത്തിൽ എന്നൊരു അനുഭവമാണ്. തീക്കനൽ കാണുമ്പോ ഹല്ലേലൂയ ഇവൻ എപ്പോഴും ഇത് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ, ചെറുതാകുമ്പോ അവനിങ്ങനെ കൈ എടുക്കാനായിട്ട് പോകും. എടുക്കാൻ പോകുമ്പോ അപ്പൂപ്പനെ അവിടെ നിന്ന് പറയാ, വല്യപ്പച്ചൻ പറയാന്ന്, എടാ അത് തൊടല്ലേ പൊള്ളും. 2-3 പ്രാവശ്യം ഇത് പറഞ്ഞു. പിന്നെ ഇവനടുത്ത് അപ്പച്ചൻ മിണ്ടാൻ പോയില്ല. പുള്ളി പോയി എടുത്തു, അവൻ പോയി എടുത്ത് കൈ പൊള്ളി. അതിനുശേഷം പിന്നെ തീരെ അടുത്തേക്ക് പോകത്തില്ല. എന്താ അവൻ പോയി തൊട്ടപ്പോ മനസ്സിലായി ഇത് പൊള്ളുന്നപ്പോ അനുഭവിച്ചിട്ട് പോരെ. എത്ര പറഞ്ഞാലും ചില ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അപ്പൊ അവര് പോയി തൊട്ട് പൊള്ളലേറ്റ് കഴിയുമ്പോ അങ്ങ് മനസ്സിലായിക്കൊള്ളും എന്ന് പറയുന്നുണ്ടൊക്കെ. പലരും ഇന്ന് ഹല്ലേലൂയ ഇതുപോലെ തന്നെയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ മനസ്സിലാകാത്തവര്, ദൈവം പറഞ്ഞ അല്ലെങ്കിൽ പലപ്പോൾ വചനം നമ്മളോട് സംസാരിച്ച് മനസ്സിലാകാത്തവർക്ക് എന്താ സംഭവിച്ചാ പോയി തൊട്ട് പൊള്ളി കഴിയുമ്പോൾ മനസ്സിലാകും, അയ്യോ ഇത് തൊട്ടാ പൊള്ളുന്ന സാധനം കേട്ടോ എന്ന് മനസ്സിലാകും. അങ്ങനെ തുടങ്ങി. പക്ഷെ ഇവിടെ നമ്മള് ഹല്ലേലൂയ ഇന്ന് ശമൂവേലിന്റെ മക്കളില് ഹല്ലേലൂയ കൂലി വാങ്ങിച്ച് ന്യായം മറിച്ച് കളഞ്ഞതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കാണ് കണ്ടതുപോലെ ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇടയിൽ നമുക്ക് ചുറ്റുപാടും ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുപോലൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ നമ്മളോട് വന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കേണ്ട കാര്യം നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർക്ക് ഇന്ന് ഹല്ലേലൂയ അവിടുന്ന് കേൾക്കുന്നത് ഹല്ലേലൂയ അവര് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ അവര് വിശ്വാസം തെറ്റിപ്പോൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് ഓരോ ദിവസം അവർ കേൾക്കുക, അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നൊക്കെ വന്ന് ചോദിക്കുമ്പോഴത്തേന് നമുക്ക് അത് ക്ലാരിഫൈ ചെയ്ത് വെക്കാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ അതിന് വേണ്ടുന്ന ജ്ഞാനം നമ്മൾ പ്രാപിച്ചെടുക്കണം ഓരോ ദിവസം. അവര് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അന്നേരമായിരിക്കും ഇത് കേൾക്കുന്നത്. കേൾക്കുമ്പോഴേക്കും ഞാൻ പലപ്പോഴും നേരത്തെ ഇങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ചർച്ചിന്റെ ലേഡീസ് മീറ്റിംഗ് ഒക്കെ അങ്ങനെ അവിടെ ആ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേന് ഞാൻ പറയാറുണ്ടായിരുന്നല്ലേ, അവിടെ ഈ പാസ്റ്റേഴ്സിന്റെ വൈഫ് ഒക്കെ മിക്കതും ജോലിക്കാരായിട്ടുണ്ട്. ഹല്ലേലൂയ ആൾക്കാർക്കുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചോദിക്കാനായിട്ട് കിട്ടും. അപ്പൊ എല്ലാം വരും നമ്മുടെ മേലിലൊക്കെ വരുന്നത്. വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ചിലപ്പോ ചോദ്യങ്ങളുണ്ട്. അവിടെ കുറെ എന്റെ മോളുടെ പ്രായത്തിൽ ഒക്കെയുള്ള അതിനെക്കൊണ്ട് 1 വയസ്സ് 2 വയസ്സ് മുമ്പ് മോള് പുറകോട്ടും താഴോട്ടും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് ചില ദിവസങ്ങൾ വന്നിരിക്കുമ്പോഴത്തേക്ക് ഞാൻ മീറ്റിംഗ് നടത്താനായിട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു 100 ക്വസ്റ്റ്യനുമായിട്ടാണ് വരുന്നത്. ആന്റി ഇതെന്താ ആന്റി അങ്ങനെ, അതെന്താ ആന്റി ഇങ്ങനെ വരുന്നത് അങ്ങനെ അപ്പൊ ഇതിനെല്ലാം നമ്മൾ പറ്റത്തില്ല അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് പോരാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ഇരുന്ന് അവരുടെ സംശയങ്ങളൊക്കെ ശരിയായ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കണം, അല്ലെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരു പ്രാവശ്യം ഇതുപോലെ ചോദിച്ചപ്പോ ഞാനാണെങ്കിൽ എന്താ ചോദിച്ച യൂദായുടെ ലേഖനത്തിൽ വന്നിട്ട് ഹല്ലേലൂയ പിശാച് എന്തിനാ മോശയുടെ ശരീരം സംബന്ധിച്ച് വാദിച്ചത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ദൂതൻ എന്താ പിശാചിനോട് ദൈവം നിന്നെ ഫൽസിക്കേട്ട് എന്ന് പറഞ്ഞത്? എന്തിനാ അവർക്ക് മോശയുടെ ശരീരം കിട്ടേണ്ട കാര്യം? മോശയുടെ ശരീരത്തിൽ എന്തിനാ വാദിച്ചത്? ഞാനാണെങ്കിൽ ദ്രുതാടെ ലേഖനം അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഞാനത് ഒന്ന് വായിച്ചിട്ട് മറുപടി പറയാന്ന് പറഞ്ഞപ്പോ ഇവിടെ വന്നത് അത് വായിച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന അതിന്റെ ആൻസർ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. കാരണം വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ ചോദ്യത്തിന് പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളപ്പം മക്കള് ഒരുവിധമൊക്കെ എത്തിയവരൊക്കെ പേടിക്കണ്ട, കൊച്ചുമക്കൾ ഡൗട്ടുമായിട്ട് വരും കേട്ടോ. അപ്പൊ അവർക്കും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിലതൊക്കെ ചോദിക്കാൻ നമുക്കത് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇന്നത്തെ തലമുറയ്ക്ക് എല്ലാത്തിനും ആൻസർ വേണം. പണ്ടത്തെ മിണ്ടായിരിക്കും അവിടെ പോയി പഠിക്കട്ടോ, നിനക്ക് ഇപ്പോഴാണെന്ന് നോക്കാന്നൊക്കെ പറഞ്ഞ് 2 വരട്ടെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. അവരെന്തെങ്കിലും ചോദ്യം ചോദിച്ച് അവരുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഡൗട്ട് വീണ അവരത് ക്ലാരിഫൈ ചെയ്ത് കിട്ടുമ്പോൾ അവർ നമ്മുടെ പിന്നാലെ കൂടും. അല്ലെങ്കിൽ അവരിത് തപ്പി വല്ലതും പോയിട്ട് വേറെ വീണ്ടും പോയിട്ട് വേറെ വല്ല ദുരുദ്ദേശങ്ങളിലേക്ക് പോയി വീഴും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഹല്ലേലൂയ എന്ത് കാര്യം നമ്മൾ പറഞ്ഞ് അതനുസരിച്ച് നമ്മൾ അവരെ കൂടെ കൊണ്ടു നടന്ന് യഥാസ്ഥാനപ്പെടുത്തി നമ്മൾ കൊണ്ട് നടക്കുന്നില്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും ആരെങ്കിലും ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു ചോദിച്ചാൽ നമ്മൾ ഒരിക്കലേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ പല ജാതികളിലെ മറ്റുള്ള കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ പോകുന്ന പോലെ അതൊക്കെ കണ്ട് അതിലേക്ക് അവരൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അവർ പോയി കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ അടിമത്തത്തിലേക്ക് കുഞ്ഞുങ്ങൾ
വീണു പോകും അല്ലെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ ഹാലയില് നമ്മൾ ഹാലയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, ദൈവത്തിന്റെ വചനം മെഡിറ്റേറ്റ് ചെയ്യണം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മറ്റുള്ളവർ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന പല വിശ്വാസത്തിൽ വന്ന് പലരും നമ്മളോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ അവർക്ക് പല സംശയങ്ങളും ഉണ്ടാകും. ഇപ്പൊ എന്തിനു പറയുന്നത്, ദൈവത്തിന്റെ ദാസന്മാരുടെ ഭാര്യമാർ പോലും അല്ലെങ്കിൽ പലരും എന്നെ വിളിച്ചിട്ട് ചോദിക്കും, സിസ്റ്റർ അതെന്താ ഇങ്ങനെ, സിസ്റ്റർ ഇതെന്താ ഇങ്ങനെ. മിക്കവാറും നമ്മുടെ കൂട്ടത്തിൽ ഹല ഇടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് കയറുന്നവരൊക്കെ ഹല ശുശ്രൂഷിക്കുന്നവരൊക്കെ പലരും ഉണ്ട്. അവർ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വോയിസ് മെസ്സേജ് ഇതെന്താ അങ്ങനെ അതിങ്ങനെ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് എനിക്ക് അറിയത്തില്ല സിസ്റ്റർ എന്ന് പറയാൻ പറ്റും. നമുക്കതൊരു ഉത്തരവാദിത്വം ഉണ്ട് ഹാലയിൽ. നമ്മൾ അവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കണം ഹാല. നമ്മുടെ എല്ലാവരുടെയും ഹാലയിലെ ഹാലയിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം ഹാലയിലെ. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു ആശയമുണ്ട് ഹാല, വിളിയാലൊരു ആശയം. അതുപോലെ നമ്മൾ ആയിത്തീരണം ഹാല. എന്തിനാന്ന് വെച്ചാൽ ഇത് ഹാലയിലെ പൊതു പ്രയോജനത്തെ. അപ്പൊ നമ്മൾ എത്രത്തോളം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവോ അത്രത്തോളം പ്രാപിച്ചെടുത്തിട്ട് ഹാലയിൽ അത് ജനത്തിന് ഹാലലിയ കൂലി വാങ്ങിച്ചിട്ട് മറിച്ച് കളയുന്നവരായിട്ടല്ല ഹാലെ, യഥാർത്ഥമായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് മറ്റുള്ളവർക്ക് ശമൂവേൽ ഹാലയിൽ ചെയ്തതുപോലെ ഹാലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹാലെ ദൈവരാജ്യത്തിന് ശക്തമായി നിൽക്കാനായിട്ട് ഇടയാണ്. അങ്ങനെ നമുക്ക് അനേകരെ ദൈവരാജ്യത്ത് ഉറപ്പിച്ച് നിർത്താൻ പറ്റും. ആരും നമ്മൾ മുഖാന്തരം തെറ്റിപ്പാൻ ഇടയാക്കല്ലേ. നമ്മളുടെ കർത്താവ് ഒരു ഹാലെ മടി കാരണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപേക്ഷക്കുറ്റം കാരണോ ഒരാളൊരു ചോദ്യം ചോദിക്കാൻ നമുക്കത് ഹാലെ അതിന്റെ ഒരു സംശയം അവർക്ക് ഉണ്ടെങ്കിൽ അത് ഹാല അതിനെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാതിരിക്കാനായിട്ട് ആകരുത് ഹാലയില്. ഇതിനൊക്കെ ആക്കി നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന നമ്മൾ ആരും ഹാലയില് കൂലി വാങ്ങിച്ചിട്ട് ന്യായത്തെ മറിച്ച് കളയുന്നവരാകരുത് ഹാലയിൽ. നമ്മൾക്കൊക്കെ നമ്മുടെ വേലയ്ക്ക് കൂലി നമ്മുടെ ദൈവമാണ് ഹാല. നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. നമ്മുടെ സ്പോൺസർ ദൈവമാണെങ്കിൽ നമ്മളൊരു വേലയ്ക്ക് ആക്കി വെച്ച ആൾക്കാണ് ഉത്തരവാദിത്തം. അതുകൊണ്ട് നമ്മുടെ ദൈവം നമുക്ക് പ്രതിഫലം തരും. മറ്റുള്ള പ്രതിഫലത്തിലേക്കൊന്നും നമ്മുടെ കണ്ണു പോകരുത് ഹാലയ. അത് ഇപ്പോഴെന്നല്ല അന്ത്യത്തോളം നമ്മൾ അങ്ങനെ വിശ്വസ്തരായി തന്നെ നിൽക്കണം ഹാലയിൽ. മറ്റൊന്നും കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കരുത് ഹാലയില്. അങ്ങനെ ആകട്ടെ ഈ വചന ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.